വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6ന്റെ ഫൈനൽ വീഡിയോ ചെയ്ത സമയത്ത് എന്തോ പറയാൻ ബാക്കിയുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ പറയേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുകയാണ്. അവരെന്നെ ഓർമ്മിപ്പിച്ചത് ഒരു കമന്റിൽ കൂടെയാണ്. ഈ വീഡിയോ ചെയ്യുന്ന ചേട്ടന്റെ ഗേൾഫ്രണ്ട് വൈഫ് ജാസ്മിൻ ചെയ്തതുപോലെ ഈ ഒരൊറ്റ ലൈനിൽ നിന്ന് തന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങാം, ഡീകോഡിങ് അങ്ങോട്ട് തുടങ്ങാം. ഈ ഒരു ലൈനിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? ചേട്ടന്റെ വൈഫ്, ചേട്ടന്റെ ഗേൾഫ്രണ്ട്. ആക്ച്വലി ചേട്ടന്റെ വൈഫിനെ കുറിച്ചിട്ടും ചേട്ടന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ചിട്ടുമാണോ ഈ ചോദിക്കുന്ന ആളുകളുടെ പ്രശ്നം? അല്ല, സദാചാരത്തിന്റെ സൈക്കോളജി അനുസരിച്ചിട്ട് അവരുടെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ വൈഫ് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താകുമെന്നുള്ള പേടിയിൽ നിന്നാണ് സദാചാര ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള വ്യക്തി ജീവിതമുള്ള ഒരു വ്യക്തിക്ക്, നല്ല സുന്ദരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമുള്ള ഒരു വ്യക്തിക്ക്, നല്ല സുന്ദരമായിട്ടുള്ള പ്രേമബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അന്യൻ്റെ ഭാര്യ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആകുലത ഉണ്ടാവില്ല. ഈ സദാചാര ആക്രമണത്തിൻ്റെ സൈക്കോളജി അനുസരിച്ചിട്ട് അവർ ആ ഒരു ഡെക്കറം കീപ്പ് ചെയ്യുന്ന എന്തിനാണ്? ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനാക്രമിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവുന്ന എന്താണ്? നാളെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നാലോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നാലോ എന്നുള്ള പേടി എവിടെ നിന്നാണ് വരുന്നത്? നല്ല സുന്ദരമായിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള ബന്ധങ്ങളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള തോന്നലുണ്ടാവുന്നത്. ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളു പൊള്ളുന്നത് എന്തുകൊണ്ടാണ്? നാളെ എനിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു വരും എന്നുള്ള പേടി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേടി ഉണ്ടാവുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. രണ്ടാമത്തേതായിട്ട് സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് വെർത്ത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ നിങ്ങളെ ആജീവനാന്തം കൂടെ കൂട്ടിക്കോളാം എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, നാളെ അവർ നിങ്ങളോട് തിരിച്ചു പോകാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അന്തിച്ച് കുന്തം വിഴുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഒരു സെൽഫ് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീടും ലോകം മുന്നോട്ടേക്ക് തന്നെ പോകും. നിങ്ങൾക്ക് പിന്നീടും ആയുസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിക്കാം. അവിടെയൊക്കെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ഒരു ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പകരം ഒരു അമ്മയെയോ പകരം ഒരു അച്ഛനെയോ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അടുത്ത ഒരു ബന്ധമാണ് നിങ്ങൾക്കൊരു പാർട്ണർ എന്ന് പറയുന്നത്. ലോകത്ത് ഇഷ്ടം പോലെ അവിവാഹിതരായിട്ടുള്ള ആളുകളുണ്ട്, വിവാഹം കഴിച്ചിട്ട് വേർപിരിഞ്ഞ ആളുകളുണ്ട്. നിങ്ങൾക്കൊരു പാർട്ണറെ എപ്പോൾ വേണമെങ്കിലും കിട്ടും. ആരും നിങ്ങളെ ഇട്ടിട്ട് പോയാലും നിങ്ങൾക്ക് നിങ്ങളോടൊരു വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂവിനെ അംഗീകരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ആരും സ്വന്തം ജീവിതത്തെ കുറിച്ചിട്ട് ഓർത്ത് സദാചാര ആക്രമണങ്ങൾക്ക് പോവരുത്. അങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ഗേൾഫ്രണ്ട്, ചേട്ടൻ്റെ വൈഫ് അവിടെ പോയാൽ എന്ത് സംഭവിക്കും? അവരവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്യും. അവരുടെ തോന്നലുകളുടെ ഒരു അധികാരമോ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ ഒരു താക്കോലോ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഒരു കാര്യം ചെയ്തതുകൊണ്ട് സദാചാര ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് തരം താഴ്ന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആദി വെച്ച് പുലർത്താറില്ല. ഞാൻ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യും. ഞാൻ മാക്സിമം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഫ്രണ്ട്സിനെ ആണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എല്ലാ ആൾക്കാരെയും. ആ ഒരു സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് എന്നോട് അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ബന്ധത്തിൽ നിന്ന് വളരെ റെസ്പെക്റ്റ്ഫുള്ളി പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള എല്ലാവിധ ധൈര്യവും എനിക്കുണ്ട്. കാരണം ഈ ലോകത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട്, ജനസംഖ്യ കൂടുതലാണെന്നേ. ഇഷ്ടം പോലെ ആളുകളെ നാളെയും നമ്മളുടെ കൂട്ടത്തിൽ കിട്ടും. നമ്മൾ അവരോട് ആത്മാർത്ഥമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ 1-2 ആളുകളല്ല 10 ആളുകൾ വരെ നമ്മളുടെ കൂടെ എപ്പോൾ വേണമെങ്കിലും ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ ഉണ്ടാവും. ആ ഒരു ധൈര്യം എല്ലാ ആളുകൾക്കും ഉണ്ടാവണം. ആ ഒരു ധൈര്യമില്ലാത്ത ആളുകളാണ്, ആ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങളില്ലാത്ത ആളുകൾക്കാണ് ആദ്യം വരുന്നത്. ഒന്നാമത്തെ ആ ഒരു ലൈനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി രണ്ടാമത്തെ എങ്ങനെയാണ്? അവിടെ ചെല്ലുമ്പോൾ വേറെ ഒരാളുടെ പിറകെ, ക്ലാരിറ്റി ഇല്ലാത്ത പിടിച്ചു വെച്ചിരിക്കുന്ന ലവിൻ്റെ പിറകെ പോയാൽ ചേട്ടൻ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിപ്പം ഈ കമൻ്റ് ഇട്ട നീനു ജോസ് ആണെങ്കിലും ഗൗരി കേശവ് എന്ന് പറയുന്ന ഒരു സുഹൃത്തും വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂട്ടായിട്ട്. അപ്പോൾ ഈ 2 ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെയാണ് ഇതുപോലുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പിലേക്ക് പോയാലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹബന്ധത്തിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്? അല്ല. നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ സപ്പോർട്ട് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവിടെ വേണ്ടി വരത്തുള്ളൂ. ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ആരുടെയും ലവിനെയോ അല്ലെങ്കിൽ നമ്മൾ ആരുടെയും സൗഹൃദത്തിനെയോ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണോ അവർ തമ്മിൽ അവിടെ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്തത്? അല്ല. ലോകത്ത് ആർക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ട.
നിങ്ങൾ ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് പ്രണയം തുറന്നു പറയുന്നു, അതൊക്കെ കരക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണോ? അല്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. നമ്മളെ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ആ ഒരു ബന്ധത്തിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നാമതുള്ള ഒരാളുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അയാളുടെ ഒരു മനസ്സ് ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും നല്ല വ്യക്തിബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നടക്കും. ഇപ്പോൾ ഈ പറയുന്ന നീനു ജോസോ ഗൗരി കേശവോ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഇവിടെ ആർക്കും സമാധാനത്തോടെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ ആരാണ്? ഇനി അടുത്ത ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഗെയിം ആണെന്ന് പറയുന്നവരോട് ഇത് ഒരുപാട് പേർ കാണുന്ന പ്രോഗ്രാം കൂടിയല്ലേ? അതാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേർ കാണുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഒരുപാട് ക്യാമറകളുണ്ട്. ഈ ഒരുപാട് പേർ കാണുന്ന ഒരുപാട് ക്യാമറകൾക്ക് മുന്നിൽ അവരൊരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ എന്തോ ആയിക്കോട്ടെ, എന്ത് ബോണ്ടും അവിടെ വെച്ച് പുലർത്തുന്നതിനകത്ത് അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ ഈ നീനുവും ഗൗരിയൊക്കെ പേടിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരുടെ ഉള്ളിലേക്ക് പേടിയുടെ ഒരു വിത്തുകൾ പാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിളനിലമാണ്, വളർന്നോളും. നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, വിശ്വാസയോഗ്യമല്ലാത്ത നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്യാമറകളില്ലാത്ത, ആരും കാണാത്ത ചിലതൊക്കെ അറിയാതിരിക്കുന്നുണ്ടാവും. അങ്ങനെ അറിയാത്ത എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെയൊക്കെ കൂടെയുള്ള ആളുകൾ നിങ്ങൾ കാണാതെ ഇന്ന കാര്യം ചെയ്യുന്നില്ല എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. ലോകത്ത് ആർക്കും ആരുടെയും കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. 24/7 ക്യാമറ വെച്ച സമയത്താണ് നമ്മൾ പല ആളുകളുടെയും പല രീതികളൊക്കെ കാണുന്നത്. ഇപ്പം കാണാത്ത എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സ് താക്കോലിട്ട് പൂട്ടി ബ്രെയിൻ വീട്ടിൽ വെച്ചിട്ടാണോ പറഞ്ഞു വിടുന്നത്? അല്ല. അയാൾ സംബന്ധിക്കുന്ന ഇഷ്ടം പോലെ ഇടങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ണെത്താത്ത ഇഷ്ടം പോലെ ഇടങ്ങളുണ്ട്. നിങ്ങളുടെ കാമുകൻ എല്ലാ സമയത്തും നിങ്ങളോട് ഒട്ടിയാണോ ഇരിക്കുന്നത്? അല്ല. ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ളിടത്തെല്ലാം ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നിട്ട് ആകെ ആശ്വാസം കണ്ടെത്തുന്നത് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് ചെയ്ത് കളയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിക്കുമോ? ഇല്ല. നിങ്ങൾ കണ്ടതിനെ കുറിച്ചിട്ട് പേടിക്കേണ്ട, കാണാത്തതിനെ കുറിച്ചിട്ട് പേടിച്ചാൽ മതി. കാണാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളെപ്പോലെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എത്രത്തോളം സംശയരോഗികളുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം വളരെ രസമുള്ള, വളരെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ട, വളരെ റൊമാൻറ്റിക്കായ, വളരെ എന്താ പറയുന്നത്, ചില സമയങ്ങളിൽ ഡിവൈൻ ആയിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പം എന്നെക്കുറിച്ചിട്ടാണല്ലോ ആകുലത, നീനുവിനും അതേപോലെ തന്നെ ഗൗരിക്കും ഒന്നും അവരെക്കുറിച്ചിട്ട് യാതൊരുവിധ ആകുലതകളുമില്ല. അവരുടെ കൂടെയുള്ളവരെല്ലാം അവരിങ്ങനെ മര്യാദ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്നെക്കുറിച്ചിട്ടാണല്ലോ ആകുലത. അപ്പോൾ എന്നെക്കുറിച്ചിട്ടുള്ള ആകുലതയിൽ ഞാൻ പറയാം, ഇപ്പോൾ എന്നോട് കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്തു. കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം വരും. വിഷമം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വേണമെന്നുണ്ടെങ്കിൽ കരയാം, തലേണയൊക്കെ കടിച്ചു പിടിച്ചിട്ടും കരയാം. നമ്മുടെ മുറിക്ക് ലോക്കുണ്ടെങ്കിൽ അത് അടച്ചിട്ടിട്ട് ഫാൻ ഇട്ടിട്ട് അങ്ങോട്ട് കരഞ്ഞേക്കണം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളുടെ കാര്യമാണ്. ഇത് കരക്കാരോട് പറഞ്ഞിട്ട് കരയാന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അയ്യോ, അവൾ എന്നെ തേച്ച്, എല്ലാവരും ഓടി വരണേ, എല്ലാവരും കൂടെ അവളെ സൈബർ അറ്റാക്ക് ചെയ്യണേ, എന്നിട്ട് എനിക്ക് നീതി വാങ്ങി തരണേ. ശരിക്കും പറഞ്ഞാൽ ഈ റിജക്ഷൻ ആൻഡ് ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവിടെയുള്ള ആളുകളാണ് ഏറ്റവും വലിയ പ്രശ്നകാരികളായിട്ടുള്ള ആളുകൾ. നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറേയധികം മറ്റേ 2K സദാചാരവാദികളായി മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പേടിയാണ്. എടി, ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇട്ടിട്ട് പോയി കഴിച്ചാൽ വേറെ ഇഷ്ടം പോലെ നല്ല ആൾക്കാർ വരും. നിങ്ങൾ സൂപ്പറാണോ എന്നുണ്ടെങ്കിൽ, നമ്മൾ അടിപൊളിയാണെങ്കിൽ നമ്മളെ ചുറ്റിനും ഇഷ്ടം പോലെ ആളുകൾ ചേർത്ത് നിർത്താനായിട്ടുണ്ടാവും. പിന്നെ വേണ്ടത് റെസ്പെക്റ്റ് ആണ്, സെൽഫ് റെസ്പെക്റ്റ്. പേടിയല്ല വേണ്ടത്. ഇപ്പോൾ ഗൗരി നീനൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് പേടിയായി പോകും. അങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ പേടിച്ചിട്ട് എങ്ങനെ ജീവിക്കൂടെ? അറൗണ്ട് 11 വർഷം, 12ാമത്തെ വർഷത്തിലേക്ക് എങ്ങാണ്ട് കിടക്കുകയാണ്. നല്ലൊരു സൗഹൃദവും അതേപോലെ തന്നെ പ്രണയമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഇതൊരു മാതൃക റിലേഷൻഷിപ്പായിട്ട് ഞാൻ ആരോടും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേത് ഇങ്ങനെ ലേണിംഗ് കേർവുകളുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ഓരോന്നൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വരികയാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്ന ഒരു റിലേഷൻഷിപ്പൊന്നും ആയിരുന്നില്ല. വളരെ എന്താ പറയുന്നത്, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ആകെ അന്ന് മുതൽ ഇന്ന് വരെ കൈമുതലായിട്ടുള്ള ഒരൊറ്റ സംഗതിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെയാണ്. വേറെ ഒരു മനുഷ്യനോടും എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ബഹുമാനം ഇല്ല. ആവശ്യത്തിനുള്ള ബഹുമാനമുള്ളൂ. ഞാൻ വേറെ റേഞ്ചിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഏത് ഡിസിഷൻസും, അതിപ്പോൾ എന്നോടുള്ള ഒരു ബന്ധം നിർത്തുകയാണെന്ന് പറഞ്ഞാലും ഐ റെസ്പെക്ട് ദാറ്റ്. അയാൾ അത് എടുത്തതിനകത്ത് അയാളുടേതായിട്ടുള്ള ശരികളുണ്ടാവും. അയാളത് എടുത്തതുകൊണ്ട്
എനിക്കും കൂടെ നന്നായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു പരസ്പര ബഹുമാനം മതി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അല്ലാതെ അയാൾ എന്ത് ചെയ്യും, അയാൾ അങ്ങനെ പോയാൽ എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ട് ജീവിക്കും. 10-31 വർഷങ്ങൾക്കിടയിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മളുടെ ഈ കാമുകൻ അല്ലെങ്കിൽ ഭാര്യ എന്നൊക്കെ പറയുന്ന ആളിങ്ങനെ ചേർന്ന് നിൽക്കേണ്ട സാഹചര്യമൊന്നുമല്ല ജീവിതത്തിൽ, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താണ് വരുന്നത്. പിന്നെ എന്തിനാണ് ഈ റിലേഷൻഷിപ്പിൽ മാത്രം ഇത്ര പേടി? എന്തിനാണ് ഇത്ര പേടി? ഇവിടെ ഇപ്പോൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ജീവിക്കാൻ അറിയാം. കാരണം അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസം ഇപ്പം ഈ പാർട്ണറെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി താഴെയാണ്. എന്നാലും അത് വേറൊരു കോൺഫിഡൻസ് ആണ്. അപ്പം ഞാൻ പോയതുകൊണ്ട് അവരെ വല്ല എഫക്റ്റ് ചെയ്യുമോ? ഇല്ല. അവർ സൊസൈറ്റിയിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെ എഫക്റ്റ് ചെയ്യില്ല. അദ്ദേഹം പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റേത് വിഷമമാണ്. കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷമമാണ് വരുന്നത്. ഈ വിഷമത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? സദാചാര ആക്രമണം വെച്ചിട്ടാണോ? അല്ല. നമ്മൾ ആ ഒരു വിഷമത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിൽ വെച്ചിട്ടാണ്. നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു വെർത്ത് ഈ ഒരു ലോകത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു വെർത്ത് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് ഞാൻ പറയത്തില്ല. കാരണം പല ആളുകൾക്കും അങ്ങനെയുള്ള ഒരു രീതിയിലൊന്നും ആർജിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ അമ്മയും അപ്പനും ഒക്കെ പോയ ആ ഒരു ഗ്യാപ്പൊന്നും എന്താണെന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് വരാൻ പോകുന്നില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അവിടേക്ക് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ ഞാനും എൻ്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ. ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു അത്ഭുതമാണ്, അയ്യോ 2 കുട്ടികൾ. പക്ഷേ ഞങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ ആൾക്കാരെയും ചേർത്ത് നിർത്തി, ഫാമിലി എന്നുള്ളൊരു ഫീല് ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരാളും നമ്മളെ മാറ്റി നിർത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. പേടിയോടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പേടിച്ചുകൊണ്ട് എന്ന് ഇരിക്കേണ്ടി വരും. നിങ്ങൾ സംശയ രോഗികളായിട്ട് മാറും. സംശയം ഉള്ളിലുണ്ടെങ്കിൽ, പേടി ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും റൊമാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ആസ്വദിക്കാൻ പറ്റത്തില്ല. പേടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം, അതിരുകവിഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അന്നെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്ന് പറയുന്നതിന് അങ്ങേയറ്റം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അത് പേടിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ബോറൻ ലൈഫായിരിക്കും. ഭീഷണിയാണ് സദാചാര ആക്രമണം. നാളെ എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ സമൂഹത്തിൽ ഒരു പടയാളിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അവരൊക്കെ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്ലിങ്ങായിട്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വെറുതെ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. എന്തിനാണ് നിങ്ങളുടെ തലച്ചോറിനകത്ത് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ കുത്തിനിറച്ച് വയ്ക്കുന്നത്? പോണവർ പോവും. നിങ്ങൾ സീസൺ 6 മികച്ച ഒരു സദാചാര പടയാളിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് നീനു ജോസിൻ്റെ കെട്ടിയവനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാമുകനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പേടിച്ച് വീട്ടിലിരിക്കും എന്നുള്ളതും അവർ പേടിച്ച് നിങ്ങളെ വിശ്വസിക്കും എന്നുള്ളതും നിങ്ങളുടെ വെറും ടോക്സിക് ആയിട്ടുള്ള ഓവർ കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് അത് ബ്രേക്ക് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. വേറെ ആൾക്കാരുടെ ലൈഫിലേക്ക് വലിയ കാര്യമായിട്ട് ഇടപെടാൻ പോകാതിരിക്കുക. സ്വന്തം ജീവിതത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറുതെ ഇങ്ങനെ കരക്കാരുടെ കാര്യത്തിൽ ആദ്യം പിടിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു ഉത്തരവായില്ലേ? അയ്യോ, സീസൺ 6 വോട്ട് മറിഞ്ഞ അങ്ങനെയാണ്. ആദ്യ കാരണം വോട്ട് മറിഞ്ഞത്. കേരളത്തിൽ ഇത്രയധികം സംശയരോഗികളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജിൻഡോ കപ്പടിക്കത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവർക്കും പേടിയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഗേൾഫ്രണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ, ഇത്ര പേടിയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നിന്ന് കപ്പടിച്ച് ആ മനുഷ്യനെ നാറ്റിക്കരുത്. ഇങ്ങനെയുള്ള സംശയരോഗികളുടെ കപ്പൊക്കെയാണ് അയാൾ ചുമക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ദുരന്തം തന്നെ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഏഷ്യാനെറ്റൊക്കെ പിടിച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള സംശയരോഗികളെ കാരണമാണ്. ഇവർ കൊണ്ടുവരുന്ന സീരിയലുകളാത്ത ആൾക്കാർക്കെല്ലാം എന്തൊക്കെ തരം കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസാണ്. ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്തായിട്ട് ഇങ്ങനെ സദാചാരാക്രമണമായിട്ട് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർ മാതൃകാ കുടുംബം എന്ന് കാണിക്കുന്ന സീരിയലിനകത്തൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ്. നമ്മളൊക്കെ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ജീവിതത്തിലാണോ ജീവിക്കുന്നതെന്ന് ആലോചിച്ചു പോകും ഇവരുടെ സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അമ്മാതിരി ചാവറൊക്കെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാരുടെ കാര്യത്തിലൊക്കെ ആദ്യം തോന്നുന്നത്. അങ്ങനെയൊക്കെ വിചാരിക്കരുത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. കാരണം മറ്റേത് ക്യാമറ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യങ്ങൾ കാണാൻ ക്യാമറ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പുറകെ ക്യാമറ ഉണ്ടോ? ഇല്ല. ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പേടി തോന്നിയില്ലേ? ഇനി നാളെ തൊട്ട് അവരുടെ പുറകെ നടക്കാതിരിക്കുക, വിട്ടേക്കുക. നിങ്ങൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ കൂടെ നിന്നോളും. നിങ്ങൾ അടിപൊളിയല്ല എന്നുള്ള
ഒരു എന്താ പറയുന്നത്, ആത്മവിശ്വാസം ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെയുള്ള പേടികളൊക്കെ വരുന്നത്. ഓക്കെ, സെറ്റല്ലേ? നന്ദി.